ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന എക്സാമുകൾക്ക് CPO, LDC പരീക്ഷ, ഡിഗ്രി ലെവൽ അടുത്ത ഘട്ട പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയല്ല ഒരു 98% ചോദിക്കാവുന്ന 5 ടോപ്പിക്സ് വിശദമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. അത്തരത്തിലുള്ള 5 ടോപ്പിക്സും അതിനകത്ത് ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ബാക്കി ടോപ്പിക്സുകൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ നോട്ട്സും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ 5 ടോപ്പിക്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഈ 5 ടോപ്പിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് പ്രൂഫ് ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. 5 ടോപ്പിക്സ് ആണുള്ളത്. അതിനകത്ത് ഒന്നാമത്തത് G20 ആണ്. G20 ഉച്ചകോടി 2023 ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് G20യുടെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ നമ്മുടെ 2023 ഉച്ചകോടി ഇവിടെ നടന്നപ്പോഴുള്ള കാര്യങ്ങളും. അടുത്തത് ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3 പഠിക്കുമ്പോൾ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഇത് മൂന്നും വിശദമായിട്ട് തന്നെ പഠിക്കണം. അടുത്തത് മരിച്ചവരാണ്. 2023 ഏറ്റവും ലാസ്റ്റ്, അതായത് നവംബർ മാസത്തിലൊക്കെ ഒത്തിരി പ്രധാനപ്പെട്ട ആൾക്കാർ മരിക്കുകയുണ്ടായി. MS സ്വാമിനാഥൻ, P വത്സല, നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഇവരെയൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കുക. കാരണം ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അവരുടെ കൃതികള് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് എടുത്ത് തരുന്നതാണ്. വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെയുള്ള 4ാമത്തെ ടോപ്പിക്കാണ് 106ാമത് ഭരണഘടനാ ഭേദഗതി. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിനെ പറ്റിയിട്ട്. എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് മാത്രം പഠിച്ചാൽ പോരാ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അത് കൂടാതെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന 100 മുതൽ 106 വരെയുള്ള ഭരണഘടനാ ഭേദഗതികളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഇത്രയും അറിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് നിന്നുള്ള മാർക്ക് എങ്ങനെ ചോദിച്ചാലും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. 5ാമത്തെ ടോപ്പിക്ക് ആദിത്യ L1 ആണ്. ആദിത്യ L1 നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സൗരദൗത്യമാണ്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ആദിത്യ L1 കുറച്ച് ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് G20 പഠിക്കാം. റെഡി ആണല്ലോ? ഓക്കെ, 1ാമത്തെ ടോപ്പിക്കാണ് G20. G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ നടന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഒന്നാമത്തത് G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇതൊരു 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ, G20 ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഡീപ്പായിട്ടാണ് ക്വസ്റ്റ്യൻ പ്രസ്താവനകൾ തന്നിരിക്കുന്നതെന്ന്. G20 ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീല്. G20 സ്ഥിരമായ ആസ്ഥാനമില്ല. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോ ഇത് ഏകദേശം ഒരു ഐഡിയ നമുക്ക് വേണം. കാരണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആണ്. കാരണം G20 രൂപീകരിച്ചത് 98 99 സാമാന്യ അറിവുണ്ടെങ്കിൽ ഇതിനുത്തരം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം എന്താണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ C ആണെന്ന് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് G20 എന്താണെന്നുള്ളത് ഡീപ്പായിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, G20 എന്നാല് ഇത് നിലവിൽ വരുന്ന സമയത്ത് G20 ആയിരുന്നില്ല, G7 ആയിരുന്നു. അതായത് 7 രാജ്യങ്ങൾ മാത്രം ചേർന്നിട്ടുള്ളതായിരുന്നു ഈ സംഘടന. G7 ആയിരുന്നു. അന്ന് 7 രാജ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് 2023 വരെ ഇത് G20 രാജ്യങ്ങളാണ്. G20 നമ്മളിപ്പോ പറയുന്ന G20 അതായത് 20 രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു എന്ന് 2023 വരെ. അതിനകത്ത് 19 രാജ്യങ്ങളും അത് കൂടാതെ യൂറോപ്യൻ യൂണിയനും ഉണ്ടായിരുന്നു. ഇനി 2023 ആയപ്പോഴേക്കും G20 എന്ന സംഘടനയിലേക്ക് ഒരു രാജ്യം കൂടി, ഒരു രാജ്യമല്ല ഒരു യൂണിയൻ കൂടി എക്സ്ട്രാ വന്നു. അതാണ് ആഫ്രിക്കൻ യൂണിയൻ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ഏറ്റവും പുതുതായി അംഗത്വം എടുത്തത് G20
ഏറ്റവും പുതുതായിട്ട് അംഗത്വം എടുത്ത ഏത് രാജ്യം? ആഫ്രിക്കൻ യൂണിയൻ ആണ്. അപ്പൊ നിലവിൽ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 21. 19 രാജ്യങ്ങളും പിന്നെ യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും ചേർന്നിട്ടുള്ള കൂട്ടായ്മയാണ് G20. G20 എന്ന് പേരുണ്ടെങ്കിലും 21 അംഗങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ 21 അംഗങ്ങളുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു സംഘടന ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കാനുള്ള കാരണം 1997-98 ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആഗോള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഈ ആഗോള പ്രതിസന്ധികളെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സംഘടന തുടക്കത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനൊരു സംഘടന G7 എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് 1997-98 സമയത്തെ ആഗോള പ്രതിസന്ധിയെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് G7 എന്ന സംഘടന വന്നത്. 1999 സെപ്റ്റംബർ 26 ഈ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. 1999 സെപ്റ്റംബർ 26 ഏത് നിലവിൽ വന്നത്? നമ്മുടെ G7 അഥവാ G20 നിലവിൽ വന്നത് എന്നെന്ന് ചോദിച്ചാലും ഉത്തരം എന്ന് തന്നെയാണ്. 1999 സെപ്റ്റംബർ 26 ആ സമയത്ത് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു G20-യില്? G7 7 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? ഒന്ന് അമേരിക്ക, പിന്നെ ഫ്രാൻസ്, കാനഡ, ഇറ്റലി, ജപ്പാൻ, ജർമ്മനി, UK. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോവാ. അമേരിക്കയുടെ അയൽ രാജ്യം കാനഡ അല്ലേ? പിന്നെ ഫ്രാൻസും ഇറ്റലി. ഫ്രഞ്ച് വിപ്ലവം ഇറ്റലി നടന്ന ആലോചിച്ചാൽ മതി. 2ാം ലോക മഹായുദ്ധത്തിലെ ജപ്പാനും ജർമ്മനിയും പിന്നെ UK. ഇത്ര ആൾക്കാരാണ് G7-ൽ വന്നത് 1999 സെപ്റ്റംബർ 26. അത് കഴിഞ്ഞ് ആര് വന്നു? റഷ്യ കൂടി ഇതിനകത്ത് ജോയിൻ ചെയ്തു. ഇതെല്ലാം 99 തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നെ ബ്രസീൽ വന്നു. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ബ്രസീൽ എന്താണെന്ന്. ബ്രസീൽ നമ്മുടെ പിന്നെ G20-യിൽ അംഗമാണ് എന്നുള്ളത്. അപ്പൊ G20-യിൽ അംഗമാണ് ബ്രസീല്. പിന്നെ സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന എന്നിവർ 99 തന്നെ അംഗമായി. അപ്പൊ ഇന്ത്യ അംഗമായ വർഷം ചോദിക്കുവാണെങ്കിൽ 1999 തന്നെ G20-യിൽ അംഗമായി. പിന്നീടാണ് മെക്സിക്കോ, അർജന്റീന, യൂറോപ്യൻ യൂണിയൻ, ടർക്കി, സൗദി അറേബ്യ, ഇന്തോനേഷ്യ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ കൂടി ജോയിൻ ചെയ്തത്. ഇതൊക്കെ ജസ്റ്റ് ഓർമ്മിച്ചിരിക്കുക. എങ്കിലും G7 രാജ്യങ്ങൾ മറക്കരുത്. ഏതൊക്കെയാണ് G7 രാജ്യങ്ങള്? അമേരിക്ക, ഫ്രാൻസ്, കാനഡ, ഇറ്റലി, ജപ്പാൻ, ജർമ്മനി, UK. 1999 സെപ്റ്റംബർ 26 G20 രൂപീകരിച്ചത്. പിന്നെ ഇന്ത്യയോടൊപ്പം ജോയിൻ ചെയ്തത് ആരൊക്കെയാണ്? ബ്രസീലുണ്ട്, സൗത്ത് ആഫ്രിക്ക ഉണ്ട്, ചൈനയുണ്ട്. ഓക്കെ ആണല്ലോ. ഇത്രയും ആൾക്കാരെ ഓക്കെ ആണെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോവാം. ഓക്കെ, അവസാനമായി വന്നു ചേർന്ന അംഗരാജ്യം 2023 ആഫ്രിക്കൻ യൂണിയൻ ആണ്. ഇനി നമ്മുടെ G20-യുടെ പ്രധാന ലക്ഷ്യം 97-98 സമയത്ത് എന്തായിരുന്നു? ഒരു ആഗോള പ്രതിസന്ധി പരിഹരിക്കുക അല്ലെങ്കിൽ അതിനൊരു ലക്ഷ്യം കാണുക എന്നുള്ളതായിരുന്നു. ഇനി ഇപ്പോഴുള്ള ലക്ഷ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ അക്കമിട്ട് പറയുന്നുണ്ട്. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥിരത. ഒന്നാമത്തത് എന്താണ്? അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥിരത, ഇന്റർനാഷണൽ എക്കണോമിക് സ്റ്റെബിലിറ്റി. കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണം. പിന്നെ ഉള്ളത് സുസ്ഥിര വികസനം. ഇത്രയുമാണ് നമ്മുടെ G20-യുടെ ലക്ഷ്യങ്ങൾ. അപ്പൊ G20-യുടെ ലക്ഷ്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥിരത, കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണം, സുസ്ഥിര വികസനം എന്നിവയാണ്. ക്ലിയർ ആയല്ലോ. ഇനി 1999 സെപ്റ്റംബർ 26 ഫോം ചെയ്തതെങ്കിലും ഇതിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്നത് 2008 അമേരിക്കയിലെ വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ്. അപ്പോ G20-യുടെ ആദ്യ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചിട്ടാണ്? 2008 അമേരിക്കയിലെ വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ് നടന്നത്. G20-യുടെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ, അതായത് 2023 ഉച്ചകോടി എന്ന് പറയുന്നത് 18ാമത് ഉച്ചകോടിയാണ്. മറക്കരുത്,
18ാമത് ഉച്ചകോടി. ഇത് പരീക്ഷയ്ക്ക് എടുത്തു ചോദിക്കാറുണ്ട്. എത്രാമത് ഉച്ചകോടിയാണ് ഇന്ത്യയിൽ നടന്നത്? G20യുടെ 18ാമത് ഉച്ചകോടിയാണ് ഇന്ത്യയിൽ നടന്നത് 2023. അപ്പോ 19ാമത് ഉച്ചകോടി നടക്കുന്നത് എവിടെ എന്ന് ചോദിക്കുവാണെങ്കിൽ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക. 18ാമത് ഉച്ചകോടി നടന്നത് ഇന്ത്യയിലാണ്. അപ്പൊ 19ാമത് ഉച്ചകോടി നടക്കുന്നത് 2024 എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോ. ആ ഒരു പ്രത്യേക പ്ലേസും കൂടി പഠിക്കുക. ഇന്ത്യയിലെ ന്യൂഡൽഹി ആയിരുന്നു G20 18ാമത് ഉച്ചകോടിയുടെ വേദിയെങ്കിൽ 2024 19ാമത് G20 ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. ഓക്കെ ആണല്ലോ. ഇനി 17ാമത് ഉച്ചകോടി നടന്നത് 2022 2023 18ാമത് ഉച്ചകോടി നടക്കുകയാണെങ്കിൽ 2022 സ്വാഭാവികമായിട്ടും 17ാമത് ഉച്ചകോടി നടന്നു. അത് ഇന്തോനേഷ്യയിലെ ബാലിയിലാണ്. ഈ സ്ഥലം എവിടെയെന്ന് പഠിക്കണം. ബാലിയാണ്. ബാലി ഇന്തോനേഷ്യയിലാണ്. അപ്പൊ 2022 G20 ഉച്ചകോടി നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഇന്തോനേഷ്യയിലെ ബാലിയിൽ വെച്ചിട്ടാണ്. ഈ 3 സ്ഥലങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. ദെൻ 2023 സെപ്റ്റംബർ 9 മുതൽ 10 വരെയാണ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് G20 ഉച്ചകോടി നടന്നത്. ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ G20 ഉച്ചകോടിയാണ് ഏത്? 2023 നടന്ന 18ാമത് ഉച്ചകോടി. ഇത് എവിടെയാണ് നടന്നത്? ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്തിൽ ഒരു ഭാരത മണ്ഡപം അന്താരാഷ്ട്ര എക്സിബിഷൻ കൺവെൻഷൻ സെന്റർ ഉണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. അപ്പൊ 2023 സെപ്റ്റംബർ 9 മുതൽ 10 വരെ ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്തിലെ ഭാരത മണ്ഡപം ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. ക്ലിയർ ആയല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് നമ്മൾ ഈ ഒരൊറ്റ സ്ലൈഡിൽ പറഞ്ഞു തീർത്തത്. ആദ്യ ഉച്ചകോടി നടന്നത് 2008 അമേരിക്കയിലെ വാഷിംഗ്ടണില്. ഏറ്റവും ലാസ്റ്റ് നടന്നത് 18ാമത് ഉച്ചകോടി 2023 അതെവിടെയാണ്? ഇന്ത്യയിലെ ന്യൂഡൽഹിയില്. ഇനി 2024 നടക്കുന്നത് ബ്രസീലിലാണ്, റിയോ ഡി ജനീറോയില്. 2022 ഇന്തോനേഷ്യയിലെ ബാലിയിൽ വെച്ചാണ് നടന്നത്. ദെൻ എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. G20യുടെ പ്രത്യേകത, G20ക്ക് ഒരു സ്ഥിര ആസ്ഥാനം ഇല്ല. ഓരോ വർഷവും എവിടെയാണോ ഉച്ചകോടി നടക്കുന്നത് അതായിരിക്കും ആ G20യുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. 2023 ആസ്ഥാനം ചോദിക്കുവാണെങ്കിൽ ന്യൂഡൽഹി, ഇന്ത്യ. അടുത്ത G20 2024 ആവുമ്പോൾ ബ്രസീൽ, റിയോ ഡി ജനീറോ ആവും. ഇനി ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് എപ്പോഴും ഏത് രാജ്യത്തിൽ വെച്ചാണോ G20 ഉച്ചകോടി നടക്കുന്നത് ആ രാജ്യത്തെ രാഷ്ട്രത്തലവനായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2023 ഉച്ചകോടിക്ക് അധ്യക്ഷനായതാരാണ്? അത് നരേന്ദ്രമോദിയാണ്. ചെയർമാനായത് നരേന്ദ്രമോദിയാണ്. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. അപ്പൊ G20യുടെ നിലവിലെ ആരല്ല, അതിപ്പോ റിയോ ഡി ബ്രസീലിന്റെ തലവനാണ് ഇപ്പോ നിലവിൽ അധ്യക്ഷനായിട്ടുള്ളത്. 2023 അതായത് 2022 ഡിസംബർ 1 മുതൽ നവംബർ 31 2023 വരെ നരേന്ദ്രമോദി ആയിരുന്നു G20യുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ G20ക്ക് ഒരു സ്ഥിരം അധ്യക്ഷനും ഇല്ല, സ്ഥിരം ആരും ഇല്ല, സ്ഥിരം ആസ്ഥാനവും ഇല്ല. ഇനി നമ്മുടെ G20 2023 18ാമത് ഉച്ചകോടിയുടെ പ്രമേയം എന്താണ്? വസുദൈവ കുടുംബകമാണ്. ഇത് വസുദൈവ കുടുംബകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നാണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതാണ് വസുദൈവ കുടുംബകത്തിന്റെ അർത്ഥമാക്കുന്നത്. അപ്പൊ പ്രമേയം ചോദിക്കും, എന്താണ് വസുദൈവ കുടുംബകം എന്നതാണ് G20യുടെ 2023 പ്രമേയം. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഇനി നമ്മുടെ G20 ഉച്ചകോടിക്ക് ഒരു ലോഗോയുണ്ട്. ഇതാണ് ലോഗോ. ഇതൊക്കെ നോക്കുക. ഒരു താമരയ്ക്കകത്ത് നമ്മുടെ പ്രപഞ്ചം മൊത്തത്തിലുണ്ട്. പ്രപഞ്ചം താമരപ്പൂവിനുള്ളിൽ എന്നതാണ് ഈ ഒരു ലോഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ലോഗോയുടെ സങ്കല്പം എന്താണ്? പ്രപഞ്ചം ഒരു താമരപ്പൂവിനുള്ളിൽ എന്നാണ്. ഈ ലോഗോയ്ക്ക് ഏതൊക്കെ കളർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. ആദ്യം വൈറ്റ്, വെള്ള ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ കുങ്കുമം ഉണ്ട്, പിന്നെ പച്ചയുണ്ട്, പിന്നെ നീലയുണ്ട്. നമ്മുടെ നമ്മുടെ പതാകയിൽ ഏതൊക്കെ കളറുണ്ടോ
അതെല്ലാം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി G20ക്ക് താഴെയായിട്ട് എന്തെന്ന് എഴുതിയിട്ടുണ്ട്? ഭാരത് എന്ന് ഹിന്ദി ഭാഷയിൽ. ഇത് ഏത് ലിപിയിലാണ്? ദേവനാഗിരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ദേവനാഗിരി ലിപിയിലാണ് ഭാരത് എന്ന് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പിക്ചർ വെച്ചിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ലോഗോയിൽ ഏതൊക്കെ കളർ ഉണ്ട്? നമ്മുടെ പതാകയിലുള്ള കളർ എല്ലാം ഉണ്ട്. പിന്നെ ഒരു താമരപ്പൂവിനകത്ത് പ്രപഞ്ചം ഇരിക്കുന്നുണ്ട്. ഈ ലോഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിനുള്ളിലെ താമരപ്പൂ. താമരപ്പൂവിനുള്ളിലാണ് പ്രപഞ്ചം എന്നാണ്. ഓക്കെ, ഇനി ഒരു ഭാരത് എന്ന് പറയുന്ന താഴെ എഴുതിയിട്ടുണ്ട്. അത് ഹിന്ദിയിലാണ്, ദേവനാഗിരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി G20ക്ക് ഔദ്യോഗിക ഭാഷകളുണ്ട്. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ UNOന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാം, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ UNOന്റെ ഔദ്യോഗിക ഭാഷകൾ അല്ലാത്തത് ഏതെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടു. ഇനി G20ക്കും എന്തുണ്ട്? ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. 3 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത്. ഒന്നാമത്തത് ഇംഗ്ലീഷ്. ഏതാണ്? ഇംഗ്ലീഷ്. അടുത്തത് ഫ്രഞ്ച്. പിന്നെ ഉള്ളത് സ്പാനിഷ് ആണ്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് എന്നിവയാണ് G20യുടെ ഔദ്യോഗിക ഭാഷകള്. ഇനി നമ്മുടെ 2023 പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് അതിഥി രാജ്യങ്ങൾ എവിടെ വന്നു? നമ്മുടെ ന്യൂഡൽഹിയിൽ വന്നു. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മതി. ബംഗ്ലാദേശ് ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, മൗറീഷ്യസ് ഉണ്ട്, നൈജീരിയ, സിംഗപ്പൂർ, ഒമാൻ, സ്പെയിൻ, UAE എന്നിവരാണ്. ഈ 9 അതിഥി രാജ്യങ്ങളും G20യിൽ അംഗമല്ല, പക്ഷെ അതിഥികളായിട്ട് വന്നതാണ് ഈ രാജ്യങ്ങൾ. ഓക്കെ, അടുത്തത് പ്രശസ്തമായ ഡൽഹി ഡിക്ലറേഷൻ G20 സമ്മിറ്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? പുറപ്പെടുവിച്ചത്. എന്താണ് ഡൽഹി ഡിക്ലറേഷൻ? അതായത് G20 ലീഡേഴ്സ് എന്തിൽ ഫോക്കസ് ചെയ്യണം? സ്ട്രോങ്, സസ്റ്റൈനബിൾ, ബാലൻസ്ഡ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഒരു സുസ്ഥിര വികസനം അല്ലെ, ആക്സിലറേറ്റിംഗ് പ്രോഗ്രസ് ഓൺ SDGs, ഗ്രീൻ ഡെവലപ്മെന്റ് പാക്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീൻ ഡെവലപ്മെന്റ് അതായത് ഹരിത ഡെവലപ്മെന്റ് പാക്ട് ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, multilateral institution for the 21st century and reinvigorating multilateralism. ഇതൊക്കെയാണ് ഇതുമായി ഈ ഡൽഹി ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ടത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഡൽഹി ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും. ഡൽഹി ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? G20 സബ്മിറ്റുമായിട്ട്. 18ാം ഉച്ചകോടിയിലെ G20 സബ്മിറ്റിലാണ് ഡൽഹി ഡിക്ലറേഷൻ ഉണ്ടായത്. ഇനി ഷെർപ്പ മീറ്റിംഗ്. ഷെർപ്പകളെന്ന് നിങ്ങൾക്ക് അറിയാം, G20യുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് ഷെർപ്പ. ഇങ്ങനെ ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത് 2023 G20 ആദ്യ ഷെർപ്പ മീറ്റിംഗ് നടന്നത് ഉദയ്പൂരിൽ വെച്ചിട്ടാണ്. ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഉദയ്പൂരിൽ വെച്ചിട്ടാണ്. പക്ഷെ രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. കുമരകത്ത് വെച്ചാണ്. കുമരകം നമ്മുടെ കേരളത്തിലല്ലേ, അപ്പൊ കേരളത്തിലാണ് രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത്. മറക്കരുത്, കുമരകത്താണ്. ഇനി കേരളവുമായി ബന്ധപ്പെട്ടിട്ട് G20ക്ക് കുറച്ച് കാര്യങ്ങൾ നടന്നു. ഏതൊക്കെയാണ്? ഒന്നാമത് രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് നടത്തുന്നത് കുമരകത്ത് വെച്ചിട്ടാണ്. ഇനി രണ്ടാമത്തെ G20 സ്ത്രീ ശാക്തീകരണ യോഗം നടന്നതും തിരുവനന്തപുരത്ത് വെച്ചാണ്. രണ്ടാമത്തെ G20 സ്ത്രീ ശാക്തീകരണ യോഗം നടന്നത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഹെൽത്ത് വർക്കിംഗ് പ്രോഗ്രാം നടന്നത്, ആ G20യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് തുടങ്ങിയത് തിരുവനന്തപുരത്താണ്. പിന്നെ G20യുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ ഫ്രെയിം വർക്കിംഗ് നടന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ്. ഈ 3 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത് കുമരകത്ത്, G20യുടെ സ്ത്രീ ശാക്തീകരണ യോഗവും ആദ്യ ഹെൽത്ത് വർക്കിംഗ് യോഗവും ഒക്കെ നടന്നത് TVMൽ വെച്ചിട്ടാണ്, തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. G20യുടെ മൂന്നാമത്തെ ഫ്രെയിം വർക്കിംഗ് നടന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ്. ഇനി G20യുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ ഒരു ട്രേഡ് റൂട്ട്, അതായത് എന്താണ്? വ്യാപാര റൂട്ടാണ് ഏത്? ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ എന്നത്. അപ്പൊ ഇന്ത്യ പ്രഖ്യാപിച്ച G20യുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ ട്രേഡ് റൂട്ടിന്റെ പേരാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ഇനി ഇന്ത്യ G20യുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മൊബൈൽ ആപ്പ് രൂപീകരിച്ചു. അതിന്റെ പേര് G20 എന്നാണ്. ഇനി G20യുടെ ഇന്ത്യൻ ഷെർപ്പയായതാരാണ്? അമിതാഭ് കാന്ത് ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ നിതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് ആര്? അമിതാഭ് കാന്ത്. അപ്പൊ ഇന്ത്യൻ ഷെർപ്പയായിട്ട് നിയോഗിതനായതാരാണ്? അമിതാഭ് കാന്ത് ആണ്. ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത് എവിടെയാണ്? ഉദയ്പൂരിലാണ്. രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത് കുമരകത്താണ്.
ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ ട്രേഡ് റൂട്ട് മടക്കരുത്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആണ്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നെന്താണ്? G20 ഉച്ചകോടി 2020യുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നമുക്കറിയാം 18ാമത്തെ ഉച്ചകോടിയായിരുന്നു, അത് ശരിയാണ്. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്ത് വെച്ചാണ് നടന്നത്, ശരിയാണ്. ശ്രീ നരേന്ദ്രമോദിയാണ് ചെയർമാൻ, അതായത് രാഷ്ട്രത്തിന്റെ തലവനായിരിക്കും അധ്യക്ഷൻ. അപ്പൊ നമ്മുടെ രാഷ്ട്രത്തലവൻ നരേന്ദ്രമോദി, സോ ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു ചെയർമാൻ. മുദ്രാവാക്യം എന്താണ്? വസുദൈവ കുടുംബകം, അതും ശരിയാണ്. അപ്പൊ തന്നിരിക്കുന്ന പ്രസ്താവനകളിലെല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. നമ്മൾ കണ്ടതാണ് ഇന്ത്യ, ചൈന, പിന്നെ സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ഇത് ഇത്രയും ചേർന്ന് ഒരുമിച്ചാണ് നമ്മുടെ G20യിൽ അംഗമായത്. അപ്പൊ G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് എന്തില്ല? സ്ഥിരമായിട്ടൊരു ആസ്ഥാനമില്ല. ഓരോ വർഷവും എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്തും, അതായിരിക്കും അവിടുത്തെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി 1998 രൂപീകരിച്ചത്, 1999 സെപ്റ്റംബർ 26 രൂപീകരിച്ചത്. ഇതിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്നത് അമേരിക്കയിലെ 2008 നടന്നത്. അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ G20 ഫോം ചെയ്യുന്ന സമയത്ത് 7 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും പ്രധാനപ്പെട്ട 4 ടോപ്പിക്സുകൾ കൂടിയുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതിനായിട്ട് താഴെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.